ഗുഡ് മോർണിംഗ് ഡാഡി. മോൾ ഇത്ര നേരത്തെ എഴുന്നേറ്റോ? കുറച്ചുകൂടെ റെസ്റ്റ് ചെയ്യാൻ വരുന്നില്ലേ? എന്റെ പനിയും തലവേനും പോയല്ലോ. ഫ്രഷ് ഫ്രഷ്. ഫൈൻ. അപ്പൊ ഡാഡിക്കും അല്പസ്വല്പ ഗാർഡനിങ് ഒക്കെ ഉണ്ടല്ലേ? ആ മാധു എത്ര കാര്യമായിട്ട് തന്നേച്ചതാ ആ റോസ് കട്ടിങ്സ് ഒക്കെ. അതൊക്കെ ഒന്ന് നടണ്ടേ? ഇവിടെ തന്നെ ആയാലോ? ഓയസ്. ഓർക്കിഡ്സോ? അത് ഞാൻ എന്റെ മുറി കൊണ്ടുവച്ചോളാം. ശരി. ഇവിടെ വെച്ചോളൂ ഡാഡി. ഞാൻ പിന്നെ അറേഞ്ച് ചെയ്ത് വെച്ചോളാം. ശരി. മുറി വരെ എത്തിച്ചിട്ടുണ്ട്. ഇനി എന്ത് വേണമെന്ന് സാറൊന്ന് പറഞ്ഞുതരണം. ചോദിക്കാതെയും പറയാതെയും എന്റെ ഇഷ്ടപ്രകാരം ചെയ്ത് നശിപ്പിച്ചു എന്ന് എന്നെ കുറ്റം പറയരുത്. അന്ന് പറഞ്ഞപ്പോ ഞാനത്ര ശ്രദ്ധിച്ചില്ല. സോറി. ഇപ്പൊ ശ്രദ്ധാപൂർവം കേൾക്കാം. ഇവിടെ നോക്കി ശ്രദ്ധിച്ചോളൂ, കേട്ടോളൂ. എന്നെ നോക്കാനല്ല പറഞ്ഞേ, ഈ ചെടിയെ നോക്കൂ. വിവിധ തരം ഓർക്കിഡ്സ് ഇവിടെ ഉണ്ടെങ്കിലും ഇത് അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാണ്. അപൂർവം, എന്നെ പോലെ. സിംഹവാലം കുരങ്ങിനെ പോലെ. ഇറ്റ്സ് വെരി റയർ. പറഞ്ഞ ശരിയാ. ഞാൻ പ്ലാൻ ലൈഫിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, നോട്ട് ആനിമൽ ലൈഫ്. ഒരാൾ മനോഹരമായ പുഷ്പങ്ങളെയും ചെടികളെയും പറ്റി സംസാരിക്കുന്നു, മറ്റൊരാൾ മരഞ്ചാടികളെ പറ്റി സംസാരിക്കുന്നു. എന്ത് ചെയ്യാം, സ്വർഗബോധം മനുഷ്യരുടെ കൂടെ പുറപ്പായി പോയില്ലേ. I am helpless. സാറ് നേരെ മരത്തിന്ന് പൊട്ടിമുളച്ചായിരിക്കും. ഓക്കെ, ഞാൻ മരം, നീ മരം ചാടി. ഞാനാകുന്ന പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഈ വൻവൃക്ഷത്തിന്റെ ശാഖോപശാഖകളിൽ ചാഞ്ചാടി കളിക്കുന്ന വെറും ഒരു കൊച്ചു സുന്ദരി മരം ചാടി. ഡാഡി വരുന്നു, കുറച്ചേരം ഉറങ്ങിക്കോ. മോള് ചായ കുടിച്ചില്ലല്ലോ. ഇതൊന്നും എടുത്ത് വെച്ചില്ലേ? ഇല്ല, എടുത്തു വയ്ക്കാം. ഡാഡി എന്താ ചിരിക്കുന്നേ? നീ എന്താ ചിരിക്കുന്നേ? ഞാൻ ഇപ്പഴേ ചിരിച്ചേ. ഞാനും ഇപ്പഴാ ചിരിച്ചേ. എന്താണ് നേരെ പതിവില്ലാത്തൊരു ചിരിയും കളിയും? ഒരാളും എനക്കുണ്ടാവണത് എന്താ? എനിക്ക് പിടിക്കുന്നില്ല. അല്ല പാടേ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, എനിക്കൊരു വിരോധമില്ല. നാണുകാരെ, ഏതാ കുട്ടി? ആ ഒരു കാര്യം അറിഞ്ഞാൽ എന്റെ ശ്വാസം മുട്ടൽ തീരുവോ? എന്നാലേ ആ കുട്ടി അങ്ങേരുടെ മോളാ. അപ്പൊ നാട്ടുകാര് പറയുന്നത് ശരിയാ? എന്ത് ശരിയാ? മേന്നെ ഭാര്യയും കുട്ടിയും വേറെ ഉണ്ടെന്ന് പറയണത്. അങ്ങനെ പറയണ്ടല്ലേ? എന്നാ ശരിയാ. അപ്പളേ ഈ കുട്ടിയുടെ തള്ളെവിടെയാ? അതെ, എനിക്ക് ഒരുത്താൻ വരാനുണ്ട്. അവങ്ങോട്ട് വന്നാണ്ടല്ലോ തള്ള കിഷ്കിന്തേല്. എടോ അമ്മേ, താൻ ഇവിടുത്തെ അഴിച്ചെളിയാ, അതങ്ങോട്ട് ചെയ്താ മതി. കാര്യം പറഞ്ഞ നായര് ചൂടായി. അപ്പൊ നിങ്ങളെന്നല്ലേ ഇതൊക്കെ പറഞ്ഞു? ഞാൻ വല്ലതും പറഞ്ഞോ? ഇതൊന്നല്ല കൂത്ത്. മോളെ എന്തിനാ ഇതൊക്കെ എടുത്തിട്ട് വന്നേ? മീനാക്ഷി അമ്മേന്നൊരു വിളി അങ്ങോട്ട് വിളിച്ചാൽ ഞാൻ ഓടി വരില്ലായിരുന്നോ? എന്തൊക്കെയാണ് കറികള്? സാമ്പാറ്, എരിശ്ശേരി, ഒരു തോരൻ. ഇന്നലത്തെ കറികളൊക്കെ നന്നായിരുന്നു. നാണുമ്മന്റെ വണ്ടർഫുൾ കുക്കിങ്ങാ. ഇത്രയും കാലത്തിനിടയ്ക്ക് അതൊന്നും ഈ അടുക്കളയിൽ കയറ്റിയിട്ടില്ല. വണ്ടർഫുൾ കുക്കിംഗ് ഒന്നും നാണുമ്മാൻ ഒരു പിടിയില്ല. പച്ചക്കറികൾ കൊണ്ടുള്ള ചില പരിപാടികളെ നമുക്ക് ഇഷ്ടമുള്ളൂ.
നാണം ഇപ്പൊക്കെ ഒന്ന് പഠിക്കണ്ടേ? ഈ വണ്ടർഫുള്ളൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ മടുത്തു പോവും. അയ്യോ, ഞാൻ വണ്ടർഫുൾ എന്ന് പറഞ്ഞതേ കേമായിരിക്കുന്ന അർത്ഥത്തിലാ. എനിക്ക് ഒരുതരം കുക്കിംഗും അറിയില്ല. ആഹാ, അത് പറ്റില്ല. പെൺകുട്ടികളായാ വെക്കാനും വിളമ്പാനും ഒക്കെ പഠിച്ചിരിക്കണം. സാരില്ല, കുറച്ചു ദിവസം നാണുമ്മാന്റെ കൂടെ ഒന്ന് നിന്നാ മതി. എല്ലാം പഠിപ്പിച്ചു തരാം. ഇനി അച്ഛന് വെച്ച് വിളമ്പി കൊടുക്കേണ്ടതെല്ലാം മോളല്ലേ. ഞാൻ എപ്പോഴാ ഇരിപ്പാവാന്ന് ഒരു നിശ്ചയമില്ല. എനിക്ക് കുക്കിംഗ് പഠിക്കുന്നത് വലിയ ഇഷ്ടമാണ്. വെച്ച് വിളമ്പൽ മാത്രം പോരാ, ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭരണവും അന്വേഷിക്കേണ്ടത് മോളാ. അതെ, ഇനി ഇവിടെ തന്നെ നിന്നാ മതി. പഠിച്ചതൊക്കെ മതി. കുറെ കാലമായില്ലേ രണ്ടാളും രണ്ടിടത്തായാലും നിൽക്കണു. ഇനി അച്ഛനെ പിരിഞ്ഞ് ഒരിടത്തും പോണ്ട. എന്താ ഒന്നും മിണ്ടാത്തത്? ഏയ്, ഒന്നുമില്ല. എത്ര കാലത്തിന് ശേഷാ ഈ വീട്ടിനകത്തൊരൊറ്റ അനക്കം ഉണ്ടായത്. ഓരോ തവണയും മോളെ കാണാൻ പുറപ്പെടുമ്പോ കൊച്ചു കുട്ടികളുടെ ഉത്സാഹ. മടങ്ങി വരുമ്പോ ആളാകെ മാറിയിട്ടുണ്ടാവും. പിന്നെ ആ മുഖത്ത് ജീവൻ വരണത് അടുത്ത തവണ ഊട്ടിക്ക് പോകുമ്പോഴാ. എത്ര കാലാ ഒരു മനുഷ്യന് ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിക്കുക? മോള് കുളിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് പോണിട്ടടി. കുളത്തിലെങ്ങും പോയി കുളിക്കണ്ട കേട്ടോ. ഇവിടുത്തെ വെള്ളം ചൂടായി കുളിച്ചാൽ മതി. മോക്ക് കുളിക്കാൻ വെള്ളം ചൂടാക്കിയിട്ടില്ലേ? പിന്നല്ലാണ്ട് ഇന്നലെ ഇങ്ങനെ പനിച്ച കുട്ടി ആരെങ്കിലും കുളത്തിൽ കുളിക്കാൻ വിടുവോ? മിടുക്കിയ, നല്ല സ്നേഹമുള്ള കുട്ടി. ഈ പഠിച്ചതൊക്കെ മതി കേട്ടോ. ഇനി അച്ഛനെ നോക്കി ഇവിടെ കഴിയട്ടെ. ഞാനൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് നമ്മൾ മാത്രം തീരുമാനിച്ചാ പോരല്ലോ. അവരുടെ ഇഷ്ടം എന്താണെന്ന് ആർക്കറിയാ? ഉഷ, കരയരുത്. നോക്കൂ, ഉഷ ഒറ്റയ്ക്കല്ല പോകുന്നത്. എന്റെ മനസ്സ് ഉഷയുടെ കൂടെ ഉണ്ടാവും. ഉഷയ്ക്ക് കൂട്ടായി. എന്റെ മനസ്സും എങ്ങും പോകുന്നില്ല മധു. ഇവിടെ തന്നെ ഉണ്ടാവും, മധുവിന്റെ കൂടെ. മേനോൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്നു. മധു വന്നിരിക്കുന്നു. മധു അതോ? എവിടെ? കീഴെ വന്നിട്ടുണ്ട്. ഏയ്, മോക്ക് വെറുതെ തോന്നുകയായിരിക്കും. അല്ല ഡാഡി, ഞാൻ പോയി നോക്കിട്ട് വരാം. ഹായ്. ഹായ്. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. മധു എന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഡാഡിയോട് പറയാൻ മറന്നുപോയതാ. ഈ വഴിക്ക് പോകേണ്ട എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഇവിടെ കയറാമെന്ന്. അല്ല മധു? അതെയോ?
അതെ അങ്കിൾ, ഞാനതങ്ങ് മറന്നുപോയി. മധു വരൂ. മധു ഇരിക്കെ. മോള് പോയി മധുവിന് ചായ കൊണ്ടുവാ. അല്ല, അച്ഛനും മോളും വളരെ നേരത്തെ നീട്ടിട്ടുണ്ടല്ലോ. ചായ ഉണ്ടാക്കിയല്ലോ. ഓലോ, എന്നാ വേഗം നല്ലൊരു കാപ്പി ഉണ്ടാക്കണം. കാപ്പിയോ? ആർക്കാ കാപ്പി? ആരെങ്കിലും വന്നിട്ടുണ്ടോ? അതൊക്കെ ഞാൻ പിന്നെ പറയുന്ന ഹനുമാൻ. വെള്ളം രണ്ടാമത് വെക്കണല്ലോ മോളെ. അതൊന്നും എനിക്കറിയില്ല. കാപ്പി വേഗം വേണം. കാപ്പി ഇപ്പൊ ഉണ്ടാക്കാം. മോൾ ഈ ചായ തണുക്കുന്നതിന് മുമ്പ് അച്ഛന് കൊണ്ടേ കൊടുക്കും. കാപ്പി ഉണ്ടാക്കി നാണുമാൻ അങ്ങനെ കൊണ്ടില്ല. വേണ്ട വേണ്ട, കാപ്പി അതിന് ശേഷമേ ഞാൻ പോണുള്ളൂ. എന്നാ ഇപ്പൊ ഉണ്ടാക്കാം. അങ്കിൾ ഇത്ര വലിയ ഒരു വെറോഷ്യസ് റീഡർ ആണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. അല്ലാണ്ട് എനിക്കെന്താ പണി? മധുവിന് പുഷ്പങ്ങളുണ്ട്, എനിക്ക് പുസ്തകങ്ങളുണ്ട്. ആട്ടെ, അങ്കിളിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കവി ആരാണ്? മറുപടി പറയാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമാണ് മധു ചോദിച്ചത്. ഇത് തികച്ചും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. മധു അതിനോട് ചോദിച്ചോളണമെന്നില്ല. എനിക്ക് മനസ്സുകൊണ്ട് ഏറ്റവും അടുപ്പം ആശാന്റെ കവിതകളോടാണ്. അങ്കിൾ, ഇറ്റ്സ് എ പ്ലസന്റ് സർപ്രൈസ്. എനിക്കും ഇഷ്ടം ആശാനോടാണ്. അത് അന്ന് മധുവിന്റെ കവിതകൾ വായിച്ചപ്പോൾ തന്നെ തോന്നി ആശാൻ മധുവിനെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന്. ശരിയാണ്. പല എഴുത്തുകാരോടും നമുക്ക് ആരാധന തോന്നാം. അവരുടെ താത്വികമായ പല ആശയങ്ങളോടും നമുക്ക് ബഹുമാനം തോന്നാം. പക്ഷെ അവയൊക്കെ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ എത്രമാത്രം പ്രായോഗികമാക്കാൻ കഴിയുന്നു എന്നാലോചിക്കുമ്പോഴാണ് നാമൊക്കെ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാകുന്നത്. അല്ലേ മധു? അങ്കിൾ ഒരു മറുപടിയാണ് എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നതെങ്കിൽ എനിക്ക് കുറച്ച് സമയം വേണം. അതാണ് മധു ജീവിതം. അത് കാപ്പി റെഡി മധുവിന്. ഓ മധു, ഇതും ജീവിതമാണ്. മധു കാപ്പ് കുടിക്കൂ. നമുക്ക് മുകളിലേക്ക് പോവാം. മോളെ, മധുവിന്റെ ബാഗ് എടുത്ത് എന്റെ മുറി കൊണ്ടുവെക്ക്. ഞാനൊന്ന് കുളത്തിൽ പോയി കുളിച്ചിട്ട് വരാം. ഞാനും വരാം അങ്കിൾ. വേണ്ട, മധു ഇവിടെ കുളിമുറി കുളിച്ചാൽ മതി. ഉഷ കുളത്തിൽ കുളിച്ച് ഒന്ന് കിടപ്പായി. മോളെ, എന്താ എത്ര പെട്ടെന്ന് പോന്നേ? ഉഷയ്ക്ക് എന്നെ കാണണമെന്ന് തോന്നിയോ? ഉവ്വ്. ആ, അതുകൊണ്ടാ ഞാൻ വന്നേ. അതെയോ? ആ, ഞാൻ പേടിച്ചു പോയി. ഡാഡി എന്താ വിചാരിക്കാന്ന്. somehow managed. ഡാഡി ടെലിഗ്രാം ചെയ്തിട്ടാ മോളെ ഞാൻ വന്നേ. ആ, പിന്നെ നമ്മുടെ കാര്യം എന്തെങ്കിലും നീ ഡാഡിയോട് സൂചിപ്പിക്കണ്ടായോ? ഇല്ല. പിന്നെ എന്തിനാ അത്ര അർജന്റായിട്ട് എന്നെ വരുത്തിയത്? മധുനോട് ഡാഡി എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. നമ്മുടെ കാര്യത്തെ പറ്റി ചോദിക്കും. ചോദിക്കട്ടെ. ചോദിച്ചാ എന്താ പറയാ? കാര്യം പറയും. ഏറ്റുമല്ലോ. എന്താ സംശയം? അത് മതി, ഞാൻ രക്ഷപ്പെട്ടു. ഡാഡി വരുമ്പോഴത്തേക്ക് റെഡിയാവും. മധും കുളിക്കാൻ നിൽക്കുള്ളൂ കേട്ടോ. നന്നായിരിക്കണം. നമുക്ക് ഏറ്റവും പറ്റിയ വേഷല്ല.
ഇതാ കാപ്പിയുടെ ആള്. ആ നാണുമ്മ, ഞാൻ അമ്പലത്തിലൊന്ന് പോണം. ഇവിടെ അടുത്ത് തന്നെയല്ലേ? അതെ, നമ്മുടെ പടി കടന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ മതിൽക്കെട്ട് കഴിയുന്നിടത്ത് തന്നെ അമ്പലം. ആ നിങ്ങൾ റെഡിയായല്ലോ. ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം ഡാഡി. അതെ, ഈ വേഗത്തിൽ അമ്പലത്തിൽ കിടക്കാൻ പറ്റില്ല കേട്ടോ. മോളെ, അച്ഛൻ്റെ ഇന്ന് രണ്ടാമത് മേടിച്ചെടുക്കും. നല്ല ചേർച്ച. അയ്യോ, ഞാൻ കുളിച്ചിട്ടില്ല മോളെ. സാരല്ല നാണുമ്മ. ചായ ഇനി കൊണ്ടു. അതെ